എങ്കിലും ഒരു വചനവും കൂടി വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. 34 സങ്കീർത്തനം നമ്മൾ വായിച്ചതിൻ്റെ 1 വാക്യം എല്ലാവർക്കും അറിയാവുന്നു. എന്താണ്? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ദൈവത്തെ സ്തുതിക്കുക, വാഴ്ത്തുക, സ്തോത്രം പറയുക എന്നുള്ളത് വിശ്വാസത്തിൽ വന്ന ഒരുവന്റെ ധർമ്മമാണ്. അതിനേക്കാൾ ഉപരി സ്വഭാവമാണ്. അവിടെയാണ് അതിൻ്റെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് എങ്ങനെയെങ്കിലും അത് ചെയ്യണം എന്നുള്ളൊരു ഉത്തരവാദിത്വത്തോടെ അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊന്നാണ് സ്വഭാവമാണ്. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ. അത് തന്നെ വരുന്നതാ. അത് സ്വഭാവമായി പോയി. ഇങ്ങനെ സ്വഭാവമായത് ഒരിക്കലും വായിൽ നിന്ന് പോകാൻ പാടില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? വിശ്വാസത്തിൽ വന്നാൽ അവൻ്റെ ജീവിതം കർത്താവിനെ ശോധന ചെയ്യുക. എങ്ങനെ? ദുഃഖത്തില്, സന്തോഷത്തില്, സങ്കടത്തില്, നഷ്ടത്തില്, കഷ്ടത്തില്, സമ്പന്നതയില്, ഉത്സവ സന്തോഷത്തില്, ആർപ്പില്, ഇത് മുഴുവനും സാഹചര്യങ്ങൾ ദൈവം പരിശോധിക്കും. പരിശോധിച്ചു കഴിയുമ്പോൾ ഒരു കാര്യം ദൈവത്തിന് ബോധ്യമായാൽ, എങ്ങനെ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് ഞാൻ തെളിയിച്ചാൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു. എൻ്റെ ഉത്തരവാദിത്വം തീർന്നു. കാരണം നമ്മുടെ ശത്രു നമുക്കെതിരെ വാദിക്കുന്നത് അതാണ്. ഭംഗിയായിട്ട് നാം പാടുന്നു, ഭംഗിയായിട്ട് സ്തുതിക്കുന്നു, ഭംഗിയായിട്ട് സ്തോത്രം പറയുന്നു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ സാഹചര്യം പ്രതികൂലമായാൽ ഈ സ്വരത്തിനും ഈ സ്തുതിക്കും ഒക്കെ മാറ്റം വരും. ഇത് തന്നെയാണ് പറയുന്നത്. ഈ യോബിനെ കുറിച്ച് പറഞ്ഞത് അതാണ്. അവൻ ഭക്തനായിരുന്നു, അവൻ ദൈവത്തെ കീർത്തിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അവന് നീ കെട്ടിയിരിക്കുന്ന വേലിയാണ് അവന്റെ ഭക്തിക്ക് ആധാരം. വേലി ഒന്ന് പൊളിക്ക്, അപ്പൊ അറിയാം. വേലി പൊളിച്ചു. വചനം പറയുന്നത് അവൻ അധരങ്ങളാൽ ഒരു ദോഷവും ചെയ്തില്ല. ഒരു ദോഷവും ചെയ്തില്ല. ഒടുവിൽ തെളിയിക്കപ്പെട്ടു. എന്ത് തെളിയിക്കപ്പെട്ടു? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. മതി. അപ്പോ ഒരു മനുഷ്യനുള്ള ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. അനേക വർഷങ്ങൾ പഠിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവനൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ്, ഈ ലോകം അസ്തമിക്കുന്നതിന് മുമ്പ്, ഈ ലോകത്തിലെ ജീവിതം തീരുന്നതിന് മുമ്പ് ഒറ്റ സർട്ടിഫിക്കറ്റ്, കർത്താവ് അംഗീകരിച്ച അംഗീകാരപത്രം. ഇവൻ എൻ്റെ ദാസനാണ്, എൻ്റെ ദാസിയാണ്, എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തുന്നവനാണ്. അയ്യോ, ഇത്ര ഭയങ്കരമാണത്. അതെ, നമ്മൾ കേൾക്കുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല, അത്ര ഭയങ്കരമാണത്. അതിന്റെ കാരണം എന്താണെന്നറിയോ? അതിന്റെ കാരണം ഇത്തിരി വിശദീകരിക്കേണ്ടതുണ്ടെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല. 149 സങ്കീർത്തനം 6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് 149:6. 149 സങ്കീർത്തനം 5 വാക്യം. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ച് രസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകൾ. നമ്മൾ വായിച്ചത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. എല്ലാ കാലത്തും ഞാൻ വാഴ്ത്തും. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാൾ വചനമാണ്. അത് വചനം ഉണ്ടായിരിക്കട്ടെ. വായിൽ കർത്താവിന്റെ പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിന് അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. കർത്താവിന് സ്തോത്രം. അത് മതി. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ ചുരുക്കാൻ പോവാ, നമ്മൾ നിർത്തുക. പക്ഷെ ഓർത്തു കൊള്ളണം, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്
ആയുഷ്കാലത്ത് ലോകത്തിൽ നിന്ന് പോകുന്നതിന് മുമ്പ് കർത്താവിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വെച്ചേക്കണം. ഇവിടുന്ന് ഗൾഫിലേക്ക് പോവുക. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ ഗൾഫിലേക്ക് പോകാൻ നേരത്ത് ഒരു സർട്ടിഫിക്കറ്റ്, എന്തിൻ്റെ, പ്ലംബിങ് അറിയാം, അല്ലെങ്കിൽ പ്ലംബറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. അത് മേടിച്ച് അദ്ദേഹം കയ്യിൽ വെച്ചിരിക്കുക. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലുന്ന ജോലി ഇതാ, പ്ലംബിങ്ങാ. ആ പ്ലംബിങ്ങിലേക്ക് കൊടുക്കാനാ, ജോലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഇതുപോലെ ഇവിടെ നിന്ന് പോകുന്ന കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഒരു സർട്ടിഫിക്കറ്റ് മേടിച്ച് വയ്ക്കുന്നതാ. സർട്ടിഫിക്കറ്റ് കാണട്ടെ, എന്താ? ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് സങ്കടം ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ, സന്തോഷം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, ഇല്ലായ്മയുണ്ടായിരുന്നു, അതിവേദന ഉണ്ടായിരുന്നു, പ്രാണസങ്കടം ഉണ്ടായിരുന്നു, മരണത്തിന് തക്ക പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം ഇവൻ ദൈവത്തെ വാഴ്ത്തിയവനാ. ഇന്നടുത്ത് ഇന്ന ആള് എല്ലാ കാലത്തും കർത്താവിനെ വാഴ്ത്തുന്നവനാണ്. ശരി, അവനുള്ള അപ്പോയിൻമെന്റ് എവിടെയാണെന്നറിയാവോ? അവനുള്ള അപ്പോയിൻമെന്റ് നമ്മൾ ചോദിക്കും, ഒരു കുട്ടിയോട് ചോദിക്കും, നിനക്ക് ആരാകാൻ ആഗ്രഹം? അവൻ്റെ ചിന്തയിൽ ഇപ്പോഴത്തെ നിലയിൽ പെട്ടെന്ന് അവൻ, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് പോലീസുകാരനാവണം. എന്നാൽ സത്യവചനത്തിൽ അവനുള്ള ഏറ്റവും വലിയ പദവി ഏതാണെന്നറിയോ? ന്യായവിധിക്കുന്ന ജഡ്ജിയാകാൻ. കാരണം ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ഗോത്രം 12-നെയും ന്യായവിധി ദിവസത്തിങ്കൽ പുനരുദ്ധാനത്തിൽ നിങ്ങൾ ന്യായം വിധിക്കും. അതുപോലെ കൊരിന്ത്യ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലേ? നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഇന്ന് നിങ്ങളോട് എതിർത്ത് പോരാടുന്ന ഈ ദൂതന്മാരെയൊക്കെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരും. നിങ്ങൾ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ ആരാണ്? വിധികർത്താക്കന്മാരാണ്. നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന ആരാന്നറിയാമോ? നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത് ദൂതന്മാർ വരും, ലോകത്തിലുള്ള സകല മനുഷ്യരും വരും. അവരെ എല്ലാം ന്യായം വിധിക്കാനുള്ളവരാണ് സഭ. പക്ഷേ നിനക്ക് ന്യായം വിധിക്കാനുള്ള യോഗ്യത എന്താ ഉള്ളത്? നീ ഇപ്പൊ ഈ ജഡ്ജിയുടെ സ്ഥാനത്തിരിക്കുന്നവന്, ഇപ്പൊ ഇന്നത്തെ നമ്മൾ എല്ലാം പഠിച്ചിട്ടുള്ളവരുണ്ട്, വിദേശത്ത് പോയി പ്രാക്ടീസ് ചെയ്തവരുണ്ട്. അതായത് ജഡ്ജിമാർക്ക് പല പല യോഗ്യതകളാ. സ്വർഗത്തിൽ ന്യായവിധി വയ്ക്കാൻ, സ്വർഗീയ വിധിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന നിനക്ക് എന്ത് യോഗ്യത? അവന്റെ സർട്ടിഫിക്കറ്റാണ്. എന്താണ്? എല്ലാ കാലത്തും കർത്താവിനെ വാഴ്ത്തുന്നവനാണ്. അത് തന്നെ അവന്റെ യോഗ്യത. അത് തന്നെ അവന്റെ യോഗ്യത. ആ വാക്യം ഓർത്തു കൊള്ളണം. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായത്തിലുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ഒരിക്കലും അത് അറ്റുപോകരുത്. നിങ്ങൾക്ക് കഷ്ടം വരും, സങ്കടം വരും, മരണം വരും. ഈ പുകഴ്ച അറ്റുപോകരുത്. എന്തിനാണെന്നറിയാവോ? നാളെ അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് ചങ്ങലാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരെ നടത്തുന്നത്. വിധികർത്താക്കളാണ്. നാളെ ജഡ്ജി എന്നുള്ള സ്ഥാനത്തേക്ക് നിങ്ങൾ വരും. ലോകത്തെ വിധിക്കും, ദൂതന്മാരെ വിധിക്കും. അപ്പോഴുള്ള യോഗ്യതാപത്രമാണ്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും പാടും. ഒരു കാലത്തല്ല, എല്ലാ കാലത്തും. മതി. ദൈവത്തിന് അത് മതി. ഇന്ന് ലോകത്തിൽ നമ്മുടെ ജീവിതം ധന്യമായി തീരാൻ വേറൊരു വഴിയില്ല. നമുക്ക് എത്തിപ്പെടാൻ, നമുക്ക് പ്രാപിപ്പാൻ ദൈവം വെച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ്, ഞാൻ കർത്താവിനെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്ന് തെളിയിക്കപ്പെടട്ടെ. ഒരിക്കലും സാത്താൻ യോബിനെ കുറിച്ച് പറഞ്ഞതുപോലെ തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെ ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും. അവന്റെ സ്തുതി സ്വത്രമൊക്കെ നിന്നുപോകും. പാടില്ല. ഒരു തീരുമാനം. ആരാൽ? ദൈവത്താലുള്ള ഒരു തീരുമാനം, ദൈവത്താലുള്ള ഒരു കൃപ. ആദ്യം പറഞ്ഞതുപോലെ അത് കൃത്രിമമല്ല, പിന്നെയോ സ്വഭാവമാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവത്തിലാണ് നമ്മൾ ഇന്ന് ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് ദൈവത്തിൽ നിന്നുള്ള അംഗീകാരം ദൈവമേ ഞങ്ങൾ പ്രാപിപ്പാൻ ഇടവരുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ മുട്ടുള്ള മടക്കാം പ്രാർത്ഥിക്കാം. സ്തോത്രം.